മുഹറം 9, 10 ആശൂറയിൻ്റെയും താസുആൻ്റെയും നോമ്പ് വരുന്നത് ഈ വരുന്ന വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയാണല്ലോ. ആ നോമ്പിൻ്റെ നീയത്ത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പഠിച്ചാലോ. താസുആൻ്റെ സുന്നത്തായ നോമ്പ് അല്ലെങ്കിൽ മുഹറം 9ൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി പിടിച്ചു വിടുവാൻ ഞാൻ കരുതി. ഇനി ആശൂറയിൻ്റെ അല്ലെങ്കിൽ മുഹറം 10ൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി പിടിച്ചു വിടുവാൻ ഞാൻ കരുതി. ഇങ്ങനെയാണ് ഈ 2 ദിവസത്തെയും നോമ്പിൻ്റെ നിയ്യത്ത് വരുന്നത്. ഇനി പരിശുദ്ധമായ റമദാനിലൊക്കെ ഫർള് നോമ്പ് നഷ്ടമായി പോയവർക്ക് ഖളാ വീട്ടാനുള്ളൊരവസരം കൂടിയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഒരുപാട് നോമ്പുകൾ നഷ്ടമായി പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഖളാ വീട്ടാനുള്ളൊരവസരം കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? പരിശുദ്ധ റമദാനിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഫർളാക്കപ്പെട്ട നോമ്പും മുഹറം 9ൻ്റെ അല്ലെങ്കിൽ താസുആൻ്റെ സുന്നത്തായ നോമ്പും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി പിടിച്ചു വിടുവാൻ ഞാൻ കരുതി. ഇങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. ഇങ്ങനെ നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ ഫർളായ നോമ്പും നമുക്ക് കിട്ടും, സുന്നത്തായ നോമ്പും കിട്ടും. ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടട്ടെ. അതുപോലെ ഈ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് ലഭ്യമാകും.